ഹായ് ഫ്രണ്ട്സ്, ജെറി ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വർക്കായിട്ട് KL ടവറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ആ KL ടവറും അവിടുത്തെ സിറ്റുവേഷൻ, അവിടുത്തെ പരിപാടിയെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കെല്ലാവർക്കും KL ടവറിലോട്ട് പോയി അവിടുത്തെ പരിപാടികൾ എന്തിനാണെന്ന് കാണാം. പിന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്താണ്, കാരണം എന്ന് പറയുമ്പോൾ വളരെ കുറച്ചാക്കിയിട്ടുണ്ട്, എങ്കിലും ശകല ലെങ്താണ്. എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ വീഡിയോസ് ഒത്തിരി ലെങ്താണ്, ഒന്ന് ടൈമിംഗ് ഒക്കെ കുറച്ച് ചെയ്യാൻ വേണ്ടി, ഷോർട്ടാക്കാൻ വേണ്ടി. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആ വീഡിയോ നമ്മളെ ചിത്രീകരിക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല, ശകലം കാണും. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മൊത്തം ഇരുന്ന് കാണുക. ഓക്കെ, ഇതാണ് മലേഷ്യയിലെ ഒരു ടെമ്പിളാണിത്. മലേഷ്യയിലെ ചെറിയൊരു ടെമ്പിളാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് KL ടവർ. ഇതാണ് നമ്മുടെ KL ടവർ. ഇത് പുറത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ എൻട്രൻസും കാര്യങ്ങളെല്ലാം ഞാൻ ചിത്രീകരിക്കാം, അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ എൻട്രൻസിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ എൻട്രൻസിലോട്ട് പോകും. അപ്പോൾ നമ്മൾ എൻട്രൻസിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഈ കാണുന്നതാണ് എൻട്രൻസ്. അതായത് നമ്മൾ ഇതിൻ്റെ മുകളിൽ പോയാണ് ടിക്കറ്റും കാര്യങ്ങളും എടുക്കേണ്ടത്. ഇതിൻ്റെ അടുത്ത സെക്കൻഡ് ഫ്ലോറിൽ പോയാണ് ടിക്കറ്റും കാര്യങ്ങളും എടുക്കേണ്ടത്. ഈ കാണുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാച്ചു ആണ്. അതായത് KL ടവറിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാച്ചു. കാരണം നമ്മളിപ്പോൾ മോളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മോളിലത്തെ വ്യൂ, ഫസ്റ്റ് ഫ്ലോർ വ്യൂ ആണ്. ഇവിടെ തന്നെ നമുക്ക് വന്ന് നിൽക്കാനും ഇരിക്കാനും വന്ന് സഞ്ചരിക്കാനൊക്കെ അതിൻ്റെതായ ഒരു സെറ്റോ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ നമ്മുടെ DJ പ്രോഗ്രാമെല്ലാം നടക്കാം. സ്റ്റേജൊക്കെ വെച്ച് ഭയങ്കരപ്പെട്ട DJ പ്രോഗ്രാമും പാർട്ടിയൊക്കെ ഇവിടെ നടക്കാറുണ്ട്. ഈ ഫ്രണ്ടിൽ ഇവിടെ നടക്കാറുണ്ട്. ഈ കാണുന്നിടത്ത് നടക്കാറുണ്ട്. പിന്നെ ഗൈസ്, ഈ കാണുന്നത് എൻട്രൻസ് ആണ്. ഇതാണ് മെയിൻ കവാടം. പിന്നെ ഇതിനകത്തൂടെയാണ് ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് ഇതുവഴിയും കയറാം. പിന്നെ 4 സൈഡിലും ഇതേപോലെ വാതിലുകളുണ്ട്, കയറി പോകാൻ വേണ്ടിയിട്ട് വാതിൽ. ഇതാണ് നമ്മുടെ ചെക്ക് ചെയ്ത് അകത്ത് ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്ത് വിടുന്ന ഇത്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇത് അടച്ചിരിക്കുകയാണ്, ക്ലോസ് ചെയ്ത്. കാരണം ഇവിടെ ഒരു 10-11 മണിക്ക് ശേഷം പിന്നെ ക്ലോസിംഗ് ആണ്. പിന്നെ ഞങ്ങൾക്ക് വർക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് വന്നത്. പിന്നെ ഇത് വന്നിട്ട് ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് അടിക്കേണ്ടത്. അതായത് നമ്മൾ മേലോട്ട് പോകാൻ വേണ്ടിയുള്ള ടിക്കറ്റ് അടിക്കേണ്ടത് കാര്യങ്ങൾ ഇവിടെയാണ്. പിന്നെ ഇതാണ് മെയിൻ എൻട്രൻസും കാര്യങ്ങളും. ഇതെന്ന് പറയുമ്പോൾ ഗൈസ്, ഇതാണ് എൻക്വയറി. അതായത് നമ്മുടെ ഇവിടെ വന്നാണ് എല്ലാ കാര്യങ്ങളും തിരക്കാൻ വേണ്ടി, അത്യാവശ്യം എന്തൊക്കെ കാര്യങ്ങൾ ഇവിടുത്തെ പരിപാടികൾ എന്തൊക്കെയാണ് തിരക്കാന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് റെസ്റ്റോറൻ്റ് ആണ് ഈ കാണുന്നത്. ഇത് വേറൊരു വാതിലാണ്. ഇപ്പം ഞങ്ങൾക്ക് വർക്കിനായതുകൊണ്ട് ഈ വാതിൽ വഴി ഞങ്ങൾ കയറിയണം. ഇതാണ് അകത്തെ ലിഫ്റ്റിന്റെ പരിപാടികൾ. ഇപ്പം നമ്മൾ ഏത് വാതിലിൻ്റെ അകത്ത് വന്നാലും ഇതാണ് ലിഫ്റ്റ്.
ഇവിടെ വന്നാണ് നമ്മൾ ലിഫ്റ്റ് എടുത്ത് മേളിലോട്ട് പോകേണ്ടത്. പിന്നെ ഗൈസ് വന്ന വന്നെ നല്ല വിശപ്പ്, പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ചങ്ങോട്ട് എടുത്ത് നല്ല രീതിയിലൊന്ന് അടിച്ചു വിട്ടു. നല്ല ഫുഡായിരുന്നു. നല്ല മട്ടൻ കറിയും ചിപ്പിയും അതുപോലെ തന്നെ കൊഞ്ചൊക്കെ വെച്ച് കുറച്ച് പരിപാടി. പിന്നെ നൂഡിൽസ് മേഘ എന്തോ ആണ് അത്. എന്തായാലും കൊള്ളായിരുന്നു, അടിപൊളി സാധനമായിരുന്നു, പരിപാടിയായിരുന്നു. ഗൈസ് ഞങ്ങളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ഇങ്ങനെ, ഇതാണ് നമ്മുടെ വർക്ക്, ഇതാണ് വർക്കിംഗ് പ്ലേസ്. ഇത് വന്നിട്ടൊരു ടോപ്പില് മേളിൽ നിന്ന് താഴെ 3ാമത്തെ നിലയാണ്. ഇവിടെയാണ് നോർമലി ഫംഗ്ഷനൊക്കെ നടക്കാറുള്ളത്. ഇത് അതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ വന്ന് ചേരുന്നത്. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നിച്ച് തന്നെ വരും. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ റൗണ്ടാണിത്. മൊത്തത്തിൽ സർക്കിളായിട്ട് ഇറങ്ങുന്നുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ടിങ്ങിൽ ഇങ്ങനെ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ നമ്മൾ വന്ന് ചെയ്യൽ. നടുക്ക് മാത്രമായിട്ടാണ് ഈ ലിഫ്റ്റ്. ഒരു 4 ലിഫ്റ്റ് ഉണ്ട്. 4 ലിഫ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് 4 ഭാഗത്തായിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ അകത്തുള്ള പരിപാടികൾ. ഇതെന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ നടക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ടൊക്കെ പല പരിപാടികളും ഉണ്ട്. അതായത് സ്കൈ ഡൈവിംഗ് ഇല്ല, ഇത് പറക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോർ ഉണ്ട്. അതായത് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എയറിൽ ഇങ്ങനെ പറക്കാം. നമ്മളെന്തോ പറയാൻ വേണ്ടി, ഈ ചൊവ്വ ഗ്രഹത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറക്കാമല്ലോ, ബൈസിലൊക്കെ പോയി കഴിഞ്ഞാൽ. അതുപോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് റോപ്പിൽ കറങ്ങി നടക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ ടോപ്പിൽ കയറി നല്ല വ്യൂ ഉണ്ട്. ഇതേപോലെ കാണാൻ വേണ്ടിയൊക്കെ പറ്റും. ഹായ് ഗൈസ്, ഇത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നുള്ള പുറത്തോട്ടുള്ള വ്യൂ ആണ്. ഈ കാണുന്നതാണ് KLCC, അതായത് ട്വിൻ ടവർ. അതിൻ്റെ അടുത്ത് വേറൊരു ബിൽഡിംഗ് ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, ഒരു ചെറിയൊരു ബിൽഡിംഗ്. പക്ഷെ ലൈറ്റിങ്ങിൽ നല്ല തിളങ്ങി നിൽക്കുകയാണ് രാത്രിയായപ്പോൾ. പിന്നെ മൊത്തം ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞു കിടക്കും ഇവിടെ മലേഷ്യ ഫുള്ളായിട്ട്. മുകളിൽ നിന്ന് കാണാൻ നല്ല വ്യൂ ആണ്, നല്ല രസവും. KLCC മൊത്തം മഞ്ഞിലങ്ങനെ കുളിച്ച് അങ്ങനെ നിൽക്കുകയും നോക്കണം. മൊത്തത്തിൽ അടിപൊളിയല്ലേ? അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ എൻട്രൻസ്. അതായത് നമ്മുടെ ഇന്നത്തെ വർക്ക് ചെയ്തിരിക്കുന്ന എൻട്രൻസ് എന്ന് പറയുമ്പോഴാണ്. ഇതിനകത്തോട്ട് ഇങ്ങനെ നടന്ന് കയറുമ്പോൾ ഇതാണ് വാക്ക് വേ. കാര്യങ്ങൾ നമ്മളെ ടീമുകളിൽ നിന്ന് പോകൊക്കെ കുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് അകത്തെ വ്യൂ. അവിടെയാണ് ബഫേ, അതിലിരുന്ന് കഴിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. ഇതാണ് ഗൈസ് നമ്മുടെ സ്റ്റേജിലെ പരിപാടിയെല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ വാക്ക് വേ മാത്രമാണ് പരിപാടി നടക്കുന്നത്. അതായത് ഞങ്ങളുടെ സ്റ്റേജ് പ്ലാനിങ് ഞാനുണ്ട് ഗൈസ്. അടിപൊളിയല്ലേ? കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ.
അപ്പോൾ ഗായ്സ് വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ടിറങ്ങിയപ്പോൾ ആരുമില്ല. മൊത്തത്തിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒരു വീഴ്ച കുഞ്ഞില്ല. മൊത്തത്തിൽ മൂകത അടഞ്ഞ് കിടക്കുകയാണ്. ലേൽ ടവർ അടിപൊളി, നല്ല നിശബ്ദമായിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ കൂൾ ഡ്രിങ്ക്സ് ആണ്. ഇവിടെ കാശിട്ട് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എടുക്കാം. പിന്നെ ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു മിഷൻ ഈ കാണുന്ന മിഷൻ ഉണ്ടല്ലോ, ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വന്നിട്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക. ഈ മിഷനിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ടിക്കറ്റ് എടുക്കുക. ഇതിൻ്റെ മുകളിൽ കയറി നമുക്ക് എന്തൊക്കെ പരിപാടി ചെയ്യണമെന്നുള്ളത് അതിന് വേണ്ടിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഇപ്പോൾ മണി 2:30 ആയി. രാത്രി 2:30 ആയി. പിന്നെ നേരെ വീട്ടിൽ പോയി കിടന്ന് നല്ലൊരു ഉറക്കുറങ്ങണം. കുളിച്ചെടുത്ത് നല്ലൊരു ഉറക്കുറങ്ങണം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.